Ladies and boys and girls, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലെ സിമ്പിൾ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് ആഫ്റ്റർ എഫക്ട്സ്. ഫസ്റ്റ് ന്യൂ കോം ക്രിയേറ്റ് ചെയ്തു, റീനെയിം ചെയ്ത് മെയിൻ എന്ന് കൊടുത്തു. വിഡ്ത്ത് 1080, ഹൈറ്റ് 9020, ഡ്യൂറേഷൻ 10 seconds. ഞാൻ ഡ്രാഗ് ചെയ്ത് റൈറ്റിലോട്ട് വെച്ചു. ഇനി ഞാൻ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്തു. സപ്പോസ് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് റെക്ടാംഗിൾ ഷേപ്പ് ടൂൾ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുപോയി റൈറ്റ് ക്ലിക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുക. ഫിൽ, നൺ, സ്ട്രോക്ക്, സോളിഡ് കളർ. കളർ ഞാൻ റെഡ് സെലക്ട് ചെയ്തു. സ്ട്രോക്ക് സൈസ് 2. ഇനി ഞാൻ ഇതുപോലൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. അലൈൻ ചെയ്ത് സെൻറ്റർ ആക്കി. ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി ടർബുലന്റ് ഡിസ്പ്ലേസ് ആഡ് ആക്കി ഷേപ്പ് ലെയറിൽ. Displacement twist, size 250, keyframe set ചെയ്തു for offset at the beginning of the timeline. ഞാൻ 5 seconds പോയി offset turbulence 4000 ആക്കി. നെക്സ്റ്റ് ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി എക്കോ ആഡ് ആക്കി. നമ്പർ ഓഫ് എക്കോസ് 20. ഞാൻ 4 seconds പോയി നമ്പർ ഓഫ് എക്കോസ് കീ ഫ്രെയിം സെറ്റ് ചെയ്തു. 5 seconds പോയി നമ്പർ ഓഫ് എക്കോസ് 0 ആക്കി. സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു at the beginning of the timeline. ചേഞ്ച് ടു 0. 1 second പോയി സ്കെയിൽ കീ ഫ്രെയിം 100 ആക്കി. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ്. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. ഫോർ സെക്കൻഡിൽ പോയി സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. 5 seconds പോയി സ്കെയിൽ കീ ഫ്രെയിം 0 ആക്കി. ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ആഡ് ആക്കി. സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു at the beginning of the timeline. Easy is both keyframes. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി 4 color gradient ആഡ് ആക്കി. കളർ 1 and കളർ 2 വൈറ്റ് കളർ ആൻഡ് കളർ 3 and കളർ 4 റെഡ് കളർ സെലക്ട് ചെയ്തു. Point 1, 2, 3 and 4 key frames സെറ്റ് ചെയ്തു at the beginning of the timeline. ഞാനൊരു 3 seconds പോയി ഈ 4 ആങ്കർ പോയിന്റ്സും ഇതുപോലെ പ്ലേസ് ചെയ്ത് വെച്ചു. ഫൈവ് സെക്കൻഡ്സിൽ പോയി വീണ്ടും ചേഞ്ച് ചെയ്തു. സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു at 4 seconds. ഫൈവ് സെക്കൻഡിൽ പോയി സ്കെയിൽ സൈസ് 0 ആക്കി. നെക്സ്റ്റ് ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി ഡീപ് ഗ്ലോ ആഡ് ആക്കി. ഇത് തേർഡ് പാർട്ടി പ്ലഗിൻ ആണ്. ഡീപ് ഗ്ലോയിന് പകരം ആഫ്റ്റർ എഫക്ട്സിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള ഗ്ലോ ആഡ് ആക്കിയാലും മതി. ഷേപ്പ് ലെയറിൽ ആഡ് ആക്കി. എക്സ്പോഷർ 0.10. ടെക്സ്റ്റ് ലെയറിലും ആഡ് ആക്കി ഡീപ് ഗ്ലോ. എക്സ്പോഷർ 0.10. ഞാൻ 5 seconds പോയി ടെക്സ്റ്റ് ലെയർ കട്ട് ചെയ്തു. അതുപോലെ ഷേപ്പ് ലെയറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി 5 seconds വെച്ച് കട്ട് ചെയ്തു. ഞാൻ ഈ കീ ഫ്രെയിംസ് ഡിലീറ്റ് ചെയ്യുന്നു.
ന്യൂ സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു, ചേഞ്ച് 0. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി സ്കെയിൽ കീ ഫ്രെയിം 100 ആക്കി. അതുപോലെ നമ്പർ ഓഫ് എക്കോസ് പ്രീവിയസ് കീ ഫ്രെയിംസ് ഡിലീറ്റ് ചെയ്തു. നമ്പർ ഓഫ് എക്കോസ് 20 ആക്കി. ഓഫ്സെറ്റ് ടർബുലൻസ് കീ ഫ്രെയിം ഡിലീറ്റ് ആക്കി. ഒരു ന്യൂ കീ ഫ്രെയിം സെറ്റ് ചെയ്തു, 10 സെക്കൻഡ്സിൽ പോയി 4000 ആക്കി. ഇനി ടർബുലൻറ്റ് ഡിസ്പ്ലേസിൽ പോയി ഡിസ്പ്ലേസ്മെന്റ് ട്വിസ്റ്റ് സ്മൂത്തർ ആക്കി. സൈസ് 100. സ്ട്രോക്ക് കളർ ചേഞ്ച് ചെയ്ത് ഗ്രീൻ ആക്കി. ടെസ്റ്റ് ലെയർ 1 ഫ്രെയിം മുന്നോട്ട് പോയി സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു, ചേഞ്ച് 0. 1 സെക്കൻഡ് മുന്നോട്ട് പോയി സ്കെയിൽ 100 ആക്കി. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ഈ കളർ 3 ആൻഡ് കളർ 4 ചേഞ്ച് ചെയ്ത് ഗ്രീൻ ആക്കി. അതുപോലെ ഈ 4 ആങ്കർ പോയിന്റ്സ് ഞാനൊരു 8 സെക്കൻഡിൽ പോയി ചേഞ്ച് ചെയ്തു. ടെൻ സെക്കൻഡിൽ പോയി വീണ്ടും ചേഞ്ച് ചെയ്തു. ആൻഡ് ദാറ്റ്സ് ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. താങ്ക് യു.